ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫാമിലി കാറ്റഗിസം അവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സിറോ മലബാർ എന്ന വാക്കിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സിറോ മലബാർ സഭയിലെ അംഗങ്ങളാണ്. തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് സുറിയാനി പാരമ്പര്യത്തിലൂടെ, പൗലിസ്റ്റ് സുറിയാനി പാരമ്പര്യത്തിലൂടെ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മളെ സിറോ മലബാർ സഭ എന്ന് റോം വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് മാർത്തോമാ നസ്രാണികളെ സിറോ മലബാർ എന്ന വാക്ക് ഉപയോഗിച്ച് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 2 വാക്കുകളാണുള്ളത്, സിറോ, രണ്ടാമത്തേത് മലബാർ. സിറോ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് സുറിയാനി പാരമ്പര്യത്തെയാണ്, അല്ലെങ്കിൽ പൗലിസ്റ്റ് സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്ന നമ്മളെയാണ്. രണ്ടാമത്തേത് മലബാർ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് മലബാർ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ മലബാർ എന്നുള്ളത് ചരിത്ര രേഖകളിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തെ ആകമാനം, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ സിറോ മലബാർ സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലബാർ തീരത്ത് താമസിക്കുന്ന സുറിയാനി ഭാഷയിൽ, അല്ലെങ്കിൽ പൗലിസ്റ്റ് സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്ന ക്രൈസ്തവർ എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.